മലപ്പുറം കാളിക്കാവിൽ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഗഫൂറിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ഗഫൂറിന്റെ കഴുത്തിൽ ആഴത്തിലുള്ള കടിയേറ്റതായും ഈ മുറിവിൽ നിന്നും രക്തം വാർന്നാണ് മരണം സംഭവിച്ചതെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പിൻഭാഗത്തെ മാംസം കടിച്ചെടുക്കുകയും ശരീരമാസകലം നഖത്തിന്റെയും പല്ലിന്റെയും പാടുകൾ ഉണ്ടെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതേസമയം കടുവയെ പിടികൂടാനുള്ള തീവ്ര ശ്രമത്തിലാണ് വനംവകുപ്പ്. ചീഫ് വെറ്റിനറി സർജൻ ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള 50 അംഗ സംഘം പ്രദേശത്ത് ക്യാമ്പ് ചെയ്തിട്ടുണ്ട്. ദൗത്യത്തിനായി മുത്തങ്ങയിൽ നിന്നും കുങ്കിയാനയും സ്ഥലത്തെത്തിച്ചിട്ടുണ്ട്. വ്യാഴാഴ്ച തന്നെ പ്രദേശത്ത് 50 ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. കടുവയുടെ സാന്നിധ്യമുള്ള സ്ഥലം കണ്ടെത്താനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ്. കടുവയെ കണ്ടെത്തിയ ശേഷമാവും മയക്കുവെടി വെക്കാനുള്ള നടപടികളിലേക്ക് കടക്കുക. അതേസമയം KU ജനീഷ് കുമാർ MLA പരിഹസിച്ച് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ. കേരള ഫോറസ്റ്റ് റേഞ്ചേഴ്സ് അസോസിയേഷന്റെ സാമൂഹിക മാധ്യമ പേജിലാണ് MLAക്കെതിരെ രൂക്ഷ വിമർശനം വന്നിരിക്കുന്നത്. MLA മുൻകൈയെടുത്ത് വനപാലകരെയെല്ലാം പുറത്താക്കി വനംവകുപ്പ് പിരിച്ചുവിടണം. ആനകളെ മുഴുവൻ ഷോക്കടിപ്പിച്ച് കൊല്ലാൻ അണികൾക്ക് നിർദ്ദേശം നൽകണമെന്നുമാണ് കുറിപ്പിൽ പറയുന്നത്. കടുവകളെ മുഴുവൻ വെടിവെച്ച് കൊല്ലണം. പുലികൾ മുതൽ പുഴുക്കൾ വരെയുള്ള ജീവികളെ തീയിട്ട് കൊല്ലണം. ശേഷം അങ്ങയുടെ സ്തുതി പാഠകരും പശ്ചിമഘട്ടം വെട്ടിപ്പിടിക്കണം. മനുഷ്യൻ മാത്രമാകുന്ന സുന്ദര ലോകത്ത് താങ്കൾ മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയുമാകണം. ഈ വനപാലകരാണ് ശല്യം, കത്തിച്ചു കളയണം. ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ട അങ്ങ് അത് കീറിയെറിയുന്ന അശ്ലീല കാഴ്ച ഗുണ്ടായിസവും സത്യപ്രതിജ്ഞാ ലംഘനവുമാണ്. ആയതിന് ചൂട്ടുപിടിച്ച പോലീസ് ഏമാന് നല്ല നമസ്കാരം. മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഇടപെടണമെന്നും കുറിപ്പിൽ പറയുന്നുണ്ട്. കോന്നി MLA KU ജനീഷ് കുമാറിനെതിരെ പരാതി നൽകി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ. വനംവകുപ്പ് ഓഫീസിലെത്തി ജോലി തടസ്സപ്പെടുത്തിയെന്ന് ചൂണ്ടിക്കാട്ടി വനംവകുപ്പിലെ 3 ഉദ്യോഗസ്ഥരാണ് കൂടൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത്. പത്തനംതിട്ട കോന്നി കുളത്തുമണ്ണിൽ കാട്ടാന ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ കസ്റ്റഡിയിലെടുത്ത ആളെ KU ജനീഷ് കുമാർ വനംവകുപ്പ് ഓഫീസിൽ എത്തി മോചിപ്പിച്ചിരുന്നു. ചൊവ്വാഴ്ച വൈകിട്ട് ഫോറസ്റ്റ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച ആളെ MLA എത്തി ബലമായി ഇറക്കിക്കൊണ്ടുപോവുകയായിരുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറസ്റ്റ് രേഖപ്പെടുത്തിയതിന്റെ രേഖ കാണിക്കണമെന്നാവശ്യപ്പെട്ട ജനീഷ് കുമാർ ഉദ്യോഗസ്ഥരോട് കയർത്ത് സംസാരിച്ചു എന്നുമായിരുന്നു ആക്ഷേപം. സംഭവത്തിൽ 3 പരാതികളാണ് കൂടൽ പോലീസ് സ്റ്റേഷനിൽ വനംവകുപ്പ് നൽകിയത്. അതേസമയം പരാതിയിൽ പോലീസ് ഇതുവരെ കേസെടുത്തിട്ടില്ല. അതേസമയം ആന ചരിഞ്ഞതുമായി ബന്ധപ്പെട്ട് വനംവകുപ്പ് ഗുണ്ടാ രീതിയിലുള്ള അന്തരീക്ഷം സൃഷ്ടിച്ചതുകൊണ്ടാണ് താൻ ഈ കേസിൽ ഇടപെട്ടതെന്നും നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ലെന്നുമാണ് KU ജനീഷ് കുമാർ MLAയുടെ വാദം. സംഭവത്തിൽ വനം മന്ത്രി AK ശശീന്ദ്രന്റെ നിർദ്ദേശപ്രകാരമുള്ള അന്വേഷണം ഇന്ന് ആരംഭിക്കും. ദക്ഷിണ മേഖല ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർക്കാണ് അന്വേഷണ ചുമതല. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരിൽ നിന്നും ഇന്ന് മൊഴി രേഖപ്പെടുത്തും. സംഭവത്തിൽ CPM MLAക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്.